Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. യെശയ്യാ 57:19. സമാധാനം, ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം. കർത്താവ് വിളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും, നിന്നെ ഞാൻ സുഖപ്പെടുത്തും. രോഗം ബാധിച്ച് നിരാശയിലായി മനസ്സു തകർന്ന് മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ വിഷമിക്കുന്നവർ, ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെട്ട രോഗികളെ കർത്താവായ യേശുവേ ഇപ്പോൾ ഒന്ന് സ്പർശിക്കണമേ. നമുക്ക് കർത്താവ് ചെയ്ത വലിയ ഒരു സൗഖ്യത്തിന്റെ സാക്ഷ്യം, ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ചൈതന്യ ഹോസ്പിറ്റലുകാരും കൊണ്ട് നടത്തിയ കണ്ണിൻ്റെ ടെസ്റ്റിലാണ് കുഞ്ഞിന് വലത്തെ കണ്ണിന് കാഴ്ച തീരെ ഇല്ല എന്ന് കാണുന്നത്. ഒരു നിഴല് പോലെ എന്തോ കാണാമെന്നേ ഉള്ളൂ, വലത്തെ കണ്ണിന് ഒട്ടും കാഴ്ചയില്ല. എന്നാൽ ഇടത്തെ കണ്ണിന് ആ വലത്തെ കണ്ണിൻ്റെയും കൂടെ കാഴ്ച ഉണ്ട് താനും. രണ്ട് കണ്ണും കൊണ്ട് കാണുന്നതുകൊണ്ട് ഞങ്ങളിത് അറിഞ്ഞിരുന്നില്ല. കൊല്ലത്തും ചൈതന്യയിൽ 2-3 വട്ടം കൊണ്ടുപോയി, തിരുവനന്തപുരത്ത് കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി. എല്ലാവരും പറഞ്ഞു ജന്മനാ ഉള്ള തകരാറാ, നരമ്പിൻ്റെ ഹോളുകൾ വീണിട്ട് ബ്ലഡും കൊളസ്ട്രോളും കണ്ണിൽ മൊത്തം ഫ്ലഡായി കിടക്കുകയാണെന്ന് പറഞ്ഞു. എൻ്റെ സ്കാനിങ് റിപ്പോർട്ടുകളും എല്ലാം നമുക്ക് കാണുമ്പോൾ വളരെ ക്ലിയറായിട്ട് അറിയാം. കഴിഞ്ഞ വർഷവും ഞാൻ ധ്യാനത്തിന് വന്നായിരുന്നു. വളരെ ഉറച്ച വിശ്വാസത്തോടെ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ വന്നു. വൈദ്യശാസ്ത്രത്തിന് കഴിയത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ദൈവം സാധിച്ചു കൊടുക്കുമെന്ന് ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞു. ഈ പ്രാവശ്യവും ഞാൻ വന്നു. ഇന്നലെ ധ്യാനം കഴിഞ്ഞിട്ട് ബ്രദർ ഇവിടെ വെച്ച് എൻ്റെ കുഞ്ഞിൻ്റെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിനെ അപ്പോൾ തന്നെ വായിക്കാനൊക്കെ, വലിയ അക്ഷരങ്ങളൊക്കെ വായിക്കാനൊക്കെ കണ്ണ് തെളിഞ്ഞു കിട്ടി. അവൻ വായിച്ചു. യേശുവേ നന്ദി. ഈ കുഞ്ഞിന് 11 വയസ്സ് പ്രായം. ജന്മന ഇവൻ്റെ ഏത് കണ്ണിനായിരുന്നു മോനെ കാഴ്ചയില്ലായിരുന്നു? വലത്തെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഇവൻ്റെ കണ്ണിൽ ഞാനൊരു കുരിശ് വരച്ചു വന്നിട്ട് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ഈ കണ്ണ് കർത്താവ് തുറന്നു. ഈ കണ്ണിന് പൂർണ്ണമായിട്ട് കർത്താവ് കാഴ്ച കൊടുത്തു. എല്ലാം നിനക്ക് വായിക്കാമോ? ഇപ്പോൾ വലിയ അക്ഷരങ്ങളൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ട്. സൗഖ്യം പൂർണ്ണമാണ്. നിന്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് നീ നന്ദി പറഞ്ഞാൽ മതി കേട്ടോ. പറഞ്ഞേ, ഞാൻ സൗഖ്യപ്പെട്ട് കഴിഞ്ഞു, ഞാൻ സൗഖ്യപ്പെട്ട് കഴിഞ്ഞു, യേശു എന്നെ തൊട്ടു. യേശു എന്നെ തൊട്ടു. ചേച്ചി ചെയ്യേണ്ട ഒരു കാര്യം, ഇവന്റെ ഹൃദയത്തിൽ വിശ്വാസം കൊടുക്കുക. വിശ്വാസം ഏറ്റു പറഞ്ഞ് നന്ദി പറഞ്ഞാൽ മതി. സൗഖ്യം അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നു കഴിഞ്ഞു കേട്ടോ. യേശു നന്ദി പറയാം. Jesus, you are my Lord. Oh Jesus, you are my healer.